നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സ്ത്രീജന്മം ഭാഗ്യജന്മമാണ്. അമ്മമാർ ദൈവത്തിന് തുല്യമായിട്ടാണ് നമ്മുടെ ഭാരതീയർ പരിഗണിക്കുന്നത്. അമ്മ എന്നാൽ സ്വാർത്ഥതയില്ലാത്തവൾ എന്നാണ് അർത്ഥം. കുടുംബം, ഭർത്താവ്, ബന്ധുക്കൾ എന്നിങ്ങനെ മറ്റുള്ളവർക്കായി അധ്വാനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന അമ്മമാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത്. അമ്മമാരായിട്ടുള്ള അല്ലെങ്കിൽ അമ്മമാരാകാൻ പോകുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി നമുക്ക് ഈ വീഡിയോ സമർപ്പിക്കാം. ഓരോ സ്ത്രീകളുടെയും നക്ഷത്രപ്രകാരം അവരുടെ ജീവിതകാലത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്, അവരുടെ സ്വഭാവ സവിശേഷതകൾ, അവരുടെ ജീവിതത്തിലുള്ള പോരായ്മകളെയൊക്കെ മാറ്റിയെടുക്കാനുള്ള നിർദ്ദേശങ്ങൾ, അതിനുവേണ്ട പരിഹാരങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചാൽ ജീവിതകാലത്തിൽ ഉയർച്ചയും സന്തോഷവും സമാധാനവും ഒക്കെ ലഭിച്ചുകൊണ്ട് ജീവിതത്തെ സന്തുഷ്ടവും ഭദ്രപ്രദവും ആക്കുവാനുള്ള മാർഗങ്ങളാണ് വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് അശ്വതി മുതൽ രേവതി വരെയുള്ള എല്ലാ നക്ഷത്രക്കാരുടെയും ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യാം. എല്ലാ സ്ത്രീകൾക്കും ഇതൊരു നല്ല അറിവായിരിക്കും. സ്ത്രീകളെ സ്നേഹിക്കുന്ന എല്ലാ പുരുഷന്മാർക്കും ഇതൊരു നല്ല അറിവായിരിക്കും. ഇപ്പോൾ നമുക്ക് വിശാഖം നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകളുടെ സവിശേഷതകളും അവരറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളിലേക്കും വിരൽ ചൂണ്ടാം. വ്യാഴദശയിലാണ് വിശാഖ നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകളുടെ ജന്മം. ഇവർ ആത്മവിശ്വാസത്തിനും പരിശ്രമശീലത്തിനും ഉടമകളായിരിക്കും. മാതാപിതാക്കളുടെയും കാരണവന്മാരുടെയും അനുഗ്രഹം എല്ലായ്പ്പോഴും ഇവർക്ക് ലഭിക്കുന്നതാണ്. ശാന്തതയും അച്ചടക്കവുമുള്ള വിശാഖ നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ കോപിക്കുന്ന പക്ഷം ആർക്കും അതിനെ താങ്ങാനാവില്ല. തെളിഞ്ഞ ചിന്തകളും ദീർഘവീക്ഷണത്തോടുകൂടി എടുക്കുന്ന തീരുമാനങ്ങളും നിങ്ങളുടെ കഴിവിന്റെ ഉത്തമ സാക്ഷിപത്രങ്ങളാണ്. എന്നാൽ അടുത്തിടപെടുന്ന അവരോട് പോലും എടുത്തടിച്ച് സംസാരിക്കുന്ന നിങ്ങളുടെ സ്വഭാവത്തെ ഒഴിവാക്കേണ്ടതാണ്. ജീവിത പങ്കാളിയുടെ മുന്നേറ്റത്തിന് എല്ലായ്പ്പോഴും വിശാഖ നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ തുണ നൽകുന്നതാണ്. ഭർത്താവിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിശാഖ നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ നൽകുന്ന നിർദ്ദേശങ്ങൾ വളരെയധികം ഫലവത്താകുന്നതാണ്. വിശാഖ നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകളുടെ ഭർത്താക്കന്മാർ പൊതുവെ വിവാഹത്തിന് ശേഷമാണ് അവർക്ക് ഉയർച്ചയുണ്ടായത് എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. കലകളിലും വിദ്യയിലും ഒക്കെ അതിപ്രതിപത്തിയുള്ളവരാകും വിശാഖ നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ. മാനസിക പിരിമുറുക്കവും മനസ്സിന്റെ വിഷമതകളും ഒക്കെ നീക്കാനായിട്ട് ഉത്തമമായിട്ടുള്ള ഔഷധം കലയും വിദ്യയും തന്നെയാണ്. ലോകകാര്യങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ അത് മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവും വിവേകവും ഇവർക്കുണ്ടാകും. അതിനനുസരിച്ചുള്ള അയൽക്കാരെ വിശാഖ നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ നോക്കി മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അവരുമായിട്ട് ഇടപഴകുന്നതുമൊക്കെ ഇവരുടെ ഗുണവർദ്ധനവിന് സഹായിക്കും. എന്റെ വീട്, എന്റെ ഭർത്താവ്, എന്റെ മക്കൾ എന്ന് നിങ്ങൾ നടത്തുന്ന സ്നേഹപ്രകടനങ്ങൾ മറ്റുള്ളവർക്ക് സ്വാർത്ഥതയുള്ളതായി തോന്നിയേക്കാം. കറകളഞ്ഞുള്ള ഇവരുടെ ഭർത്താവിനോടും മക്കളോടുമുള്ള സ്നേഹം മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് മടിയില്ലാതെ പ്രകടിപ്പിക്കുമ്പോൾ മറ്റുള്ളവരുടെ ചിന്ത എന്താണെന്ന് ഇവർ നോക്കാറില്ല. അത് സ്വയം നിയന്ത്രിക്കുന്നത് ഒന്ന് നല്ലതാണ്. നല്ല ഓർമ്മശക്തിക്ക് ഉടമകളാണ് വിശാഖ നക്ഷത്രക്കാരികളായിട്ടുള്ള സ്ത്രീകൾ. അത് നല്ല കാര്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്താനും വിശാഖ നക്ഷത്രക്കാരികൾക്കറിയാം. പൊതുവെ വിശാഖ നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ മറ്റുള്ളവർക്ക് മാതൃകകളായിരിക്കും. ചില വിശാഖ നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ കുടുംബത്തിന് പുറത്തോ വിദേശ രാജ്യങ്ങളിലോ ഒക്കെ പോയി ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. യാത്രകൾക്ക് മുമ്പ് എല്ലായ്പ്പോഴും വാഹനം വിശാഖ നക്ഷത്രക്കാരികൾ സൂക്ഷിക്കേണ്ടതാണ്. ഞരമ്പുകൾക്കോ സന്ധികൾക്കോ വേദന അനുഭവപ്പെടുന്ന പക്ഷം അത് കൃത്യസമയത്ത് ചികിത്സ ചെയ്യേണ്ടതാണ്. കൂടാതെ രക്തസമ്മർദ്ദത്തിലെ വ്യതിയാനങ്ങൾ, പ്രമേഹം ഇവയുടെ ചെറിയ ലക്ഷണങ്ങൾ കണ്ടാൽ പോലും അതിനെ നിയന്ത്രിക്കാനുള്ള ശ്രദ്ധ കൊടുക്കുക. ജാതകപ്രകാരം ശനിയുടെയും ബുധന്റെയും ദശാകാലത്ത് യാത്രകൾ, ആരോഗ്യം, കുടുംബം, ഓഫീസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും അതീവ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. വർഷത്തിലൊരിക്കൽ വിശാഖ നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ ഹരിപ്പാട് വേലായുധ സ്വാമിയുടെ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തേണ്ടതാണ്. ഓം തത്പുരുഷായ വിദ്മഹേ മഹാസേനായ ധീമഹി തന്നോ കുമാര പ്രചോദയാത് എന്ന മന്ത്രത്തെ നിത്യം ജപിക്കുക. ഈ മുരുക ഗായത്രി മന്ത്രത്തെ നിത്യം ജപിക്കുന്ന പക്ഷം വിശാഖ നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും ലഭിക്കുന്നതാണ്. 27 നക്ഷത്രക്കാരുടെയും അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. 27 നക്ഷത്രക്കാരും കാണേണ്ട വീഡിയോ തന്നെയാണ് അത്. ഓരോ നക്ഷത്രക്കാരെ കുറിച്ചും ഇതുവരെ ആരും പറയാത്ത കഥകൾ എന്ന എന്റെ വീഡിയോ കാണുക. 2 ഭാഗങ്ങളിലായിട്ടാണ് ഓരോ നക്ഷത്രക്കാരെയും ഞാൻ വീഡിയോയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് വിലപ്പെട്ട അറിവുകൾ നൽകും. വീഡിയോയുടെ ലിങ്ക്
എൻഡ് സ്ക്രീനിലും കാർഡ് രൂപത്തിലും കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ്. നിങ്ങളുടെ നക്ഷത്രത്തെ കൂടുതലായി അറിഞ്ഞിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് തുടർന്ന് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.